യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിലായിരിക്കുകയാണ്. തിരുവനന്തപുരം വഞ്ചൂർ കോടതി 2 ആഴ്ചത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. ഏറ്റവും പുതിയ വിശദാംശങ്ങൾ ഇപ്പോൾ ശാലിനി ചേരുകയാണ്. ശാലിനി, ഇപ്പോൾ രാഹുലിനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരുക്കിയിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ കൂടി. ശാലി, കേൾക്കാമോ? വലിയ പ്രതിഷേധം തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. രാഹുലിനെ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുകയാണോ? വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണോ പോലീസും ഒരുക്കിയിട്ടുള്ളത്? സുരക്ഷാ ക്രമീകരണങ്ങൾ സുരേഷ് വലിയ രീതിയിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷരെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ എത്തിച്ചിരിക്കുകയാണ്. പ്രവർത്തകർ ഇവിടെയുണ്ട്, DCCയുടെ നേതൃത്വത്തിലുള്ള ജില്ലാ നേതാക്കന്മാർ ഇവിടെയുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെയും തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനറൽ ആശുപത്രിയിൽ എത്തിച്ച വൈദ്യപരിശോധന നടത്തിയിരുന്നു. വൈദ്യപരിശോധന നടത്തുന്നതിനിടെ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ചില അവസരങ്ങളിൽ രാഹുൽ മാങ്കൂട്ടം ശ്രമിച്ചിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനവും മുഖ്യമന്ത്രി സൂക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള നേതാക്കൾ പറയുകയും ചെയ്തു. തൊട്ടു പിന്നാലെ വൈദ്യപരിശോധന പൂർത്തീകരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിനെ ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിട്ടുള്ളത്. സെൻട്രൽ ജയിലിനുള്ളിലേക്ക് 2 വാഹനങ്ങളിലായിരുന്നു അദ്ദേഹത്തിനെ കൊണ്ടുവന്നത്. ആദ്യത്തെ വാഹനത്തിൽ രാഹുൽ മാങ്കൂട്ടവും പോലീസ് ഉദ്യോഗസ്ഥരും, രണ്ടാമതൊരു സുരക്ഷാ വാഹനം, ഒപ്പം ഇതിന് പിന്നാലെയായിരുന്നു പ്രവർത്തകർ സഞ്ചരിച്ച വാഹനം ഉണ്ടായിരുന്നു. പക്ഷേ പ്രവർത്തകരുടെ വാഹനത്തിന് ഉള്ളിലേക്ക് കടക്കാൻ സാധിച്ചിരുന്നില്ല. ഗേറ്റുകൾ അതിനു മുൻപ് തന്നെ പോലീസ് അടയ്ക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇവിടെ പിന്തുടർന്നതുകൊണ്ട് തന്നെ, രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇവിടെ എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ സംസ്ഥാന സർക്കാരിനെതിരെ ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഒരു രാത്രി സമയത്ത് വീട് വളഞ്ഞുകൊണ്ട് കൊലപാതക കേസ് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് സമാന അന്തരീക്ഷമായി ഇത്തരത്തിലൊരു അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും തുടർന്ന് വളരെ പൈശാചികമായി തന്നെ വാഹനത്തിൽ കയറ്റുകയും തിരുവനന്തപുരത്ത് എത്തിച്ച് അത്തരത്തിലുള്ള നടപടി പോലീസ് സ്വീകരിക്കുകയും ചെയ്തതിലുള്ള വിമർശനം പോലീസിനെതിരെ ഉയരുന്നുണ്ട്. അപ്പം തന്നെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസും വ്യക്തമാക്കിയിട്ടുള്ളത് സമരം വരും ദിവസങ്ങളിലും ശക്തമാകുമെന്നുള്ളതാണ്. നമ്മളിന്ന് കണ്ടതാണ്, സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു. വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തുന്നു. തിരുവനന്തപുരത്തടക്കം വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വീണ്ടും നിലപാട് ഇപ്പോൾ കോൺഗ്രസ് അറിയിക്കുകയാണ്. ഒരു രീതിയിലുമുള്ള വിട്ടുവീഴ്ച സംസ്ഥാന സർക്കാരുമായി ഇല്ല, നിയമപരമായി മുന്നോട്ട് പോകും. ഒപ്പം തന്നെ വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും പ്രതിഷേധം ശക്തമാക്കുമെന്നുള്ളൊരു സൂചന, മുന്നറിയിപ്പ് ഈ ഘട്ടത്തിൽ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് പൊതുമുതൽ നശിപ്പിച്ചു എന്നതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നത്. തൊട്ടു പിന്നാലെയാണ് ജാമ്യമടക്കം നിഷേധിച്ചുകൊണ്ട് പോലീസ് വലിയ രീതിയിൽ ജാമ്യത്തെ എതിർത്തുകൊണ്ട് കോടതിയിൽ ഈ ഒരു ജാമ്യാപേക്ഷയെ നേരിടുകയും ചെയ്തത്. എന്നാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജാമ്യം നിഷേധിക്കുകയും റിമാൻഡിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. തൊട്ടു പിന്നാലെ വൈദ്യപരിശോധന നടത്തി, വൈദ്യപരിശോധന പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ എത്തിച്ചിട്ടുള്ളത്. എന്തായാലും പൂർണ്ണമായും ശാലിനി പറഞ്ഞതുപോലെ തന്നെ ഈ കോൺഗ്രസ് നേതാക്കൾ അടക്കം ഈ ജയിലിന് പുറത്ത് എത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് മാത്രമല്ല കോൺഗ്രസ് നേതൃത്വം അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് തന്നെയാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കൃത്യമായ രീതിയിൽ ഒരു തിരക്കഥ തയ്യാറാക്കുന്നു. ഒരു കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ വീട് വളഞ്ഞ് മാതാവിൻ്റെ മുന്നിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പകപോക്കൽ നയമാണ് പിണറായിയുടെ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ള വിമർശനം തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നത്, അല്ലേ? സുരേഷ്, അത് തന്നെയാണ്. സ്വാഭാവികമായും ഒരാൾക്കെതിരെ കേസെടുക്കുമ്പോൾ നൽകേണ്ട നോട്ടീസ്, അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കേണ്ടതായിട്ടുള്ള നോട്ടീസ്, അതൊന്നും നിയമപരമായി തന്നെ പോലീസ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഈ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും സംസ്ഥാന നേതാക്കന്മാരൊക്കെ തന്നെ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ള. അത്തരത്തിൽ ഒരു രീതിയിലും മുന്നറിയിപ്പ് നൽകാതെ കരുതിക്കൂട്ടിയ ഒരു തിരക്കഥ തയ്യാറാക്കുക, തിരക്കഥയ്ക്ക് പിന്നാലെ പോലീസ് നേരിട്ടെത്തി ഇത്തരത്തിലൊരു അറസ്റ്റ് രേഖപ്പെടുത്തുക. തിരുവനന്തപുരത്തെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ഇത്തരത്തിലുള്ള അറസ്റ്റ് നാടകം കളിക്കുകയായിരുന്നു എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ പോലീസിന് നേരെ സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ നേതൃത്വവും അത്തരത്തിൽ തന്നെ ഒരു വിമർശനമാണ്. കാരണം ഒരു രീതിയിലുമുള്ള മുന്നറിയിപ്പുകൾ നൽകാതെ കരുതിക്കൂട്ടിയുള്ള ഒരു അറസ്റ്റ് നടപടി, അത് മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ അറിവോടെയാണ് എന്നുള്ളൊരു വിമർശനവും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലപാട് അവർ കടുപ്പിക്കുന്നതും പ്രതിഷേധം ശക്തമാക്കുന്നു എന്നുള്ള
സൂചനകൾ കൂടി നൽകുകയും ചെയ്തിട്ടുള്ളത്. നമ്മൾ കണ്ടതാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി പല പോലീസ് സ്റ്റേഷനുകളിലേക്കും ജില്ലാ ആസ്ഥാനങ്ങളിലേക്കും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നു. അവിടെ മറ്റു നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വൈദ്യപരിശോധനയ്ക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ കോട്ട ആശുപത്രിക്ക് സമീപം റോഡ് പൂർണ്ണമായും ഉപയോഗിച്ചുകൊണ്ട് ഈ വാഹനത്തിന് മുന്നോട്ട് കടക്കാൻ കഴിയാത്ത രീതിയിലുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം കണ്ടതാണ്. സമാനമായി തന്നെയാണ് പിന്നീട് മഞ്ചൂർ സ്റ്റേഷനിൽ മഞ്ചൂർ കോടതിയിലേക്ക് മഞ്ചൂർ കോടതിയിൽ നിന്ന് വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോഴും കണ്ടത്. ഇപ്പോൾ ജനറൽ ആശുപത്രിയിലാണ് ഏറ്റവും ഒടുവിൽ വൈദ്യപരിശോധന നടത്തിയത്. ആ വൈദ്യപരിശോധന നടത്തുന്ന സമയത്തും അവിടെ വലിയ രീതിയിലുള്ള ഉന്തും തള്ളും പ്രവർത്തകരും രാഹുൽ മാങ്കൂട്ടവും ഒപ്പം തന്നെ പോലീസുമായിട്ടുണ്ടായി എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ വൈദ്യപരിശോധന പൂർത്തീകരിച്ചതിനു ശേഷം തിരുവനന്തപുരം പൂജപ്പുരയിലെ സെൻട്രൽ ജയിലിലേക്ക് അദ്ദേഹത്തിനെ മാറ്റിയിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള കുറ്റം രാഹുൽ മാങ്കൂട്ടം ചെയ്തിട്ടുണ്ട് എന്നുള്ളതായിരുന്നു കോടതി പോലീസ് വാദിച്ചിട്ടുള്ളത്. എന്തായാലും പൂർണ്ണമായും ജാമ്യം നിഷേധിക്കാനുള്ള നടപടി പോലീസ് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പൊതുമുതൽ നശിപ്പിക്കുക, ഒപ്പം തന്നെ അതിന് കൂട്ടുനിൽക്കുക, ഒപ്പം ഇത്തരത്തിലൊരു സമരം നടത്തുമ്പോൾ ആ സമരത്തിന് ആയുധങ്ങളുമായി അല്ലെങ്കിൽ പട്ടിക ഉൾപ്പെടെയുള്ള തടിക്കഷ്ണം ഉൾപ്പെടെയുള്ള സാധനങ്ങളുമായി എത്തി അതിന് ഒരു കലാപ രീതിയിലുള്ള ഒരു നടപടി അത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളൊരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് പോലീസ്. ഇതൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതി എന്തായാലും ജാമ്യം നിഷേധിച്ചിട്ടുള്ളത്. എന്നാലും വരും ദിവസങ്ങളിൽ നിയമ നടപടികളുമായി യൂത്ത് കോൺഗ്രസ് നേതൃത്വവും കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വവും മുന്നോട്ട് പോകും. അതേസമയം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയും ആഭ്യന്തര വകുപ്പിനും പോലീസിനുമെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും വരും ദിവസങ്ങളിലും മണിക്കൂറുകളും ഉണ്ടാകുമെന്നുള്ളതിൽ പ്രതീക്ഷയില്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജില്ലകളിൽ കണ്ടതാണ് ഇത്തരത്തിലുള്ള പോലീസ് സ്റ്റേഷൻ ഉപരോധവും ഒക്കെ. സമാനമായ ഒരു അന്തരീക്ഷം ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിന് മുന്നിൽ തുടരുന്നുണ്ട്.